ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. പിന്നെ നമുക്കത് സൈഡായിട്ട് നല്ല കട്ട തൈരോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു സൈഡായിട്ട് പ്രത്യേക ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാണെങ്കിൽ ഇത് കൊടുത്തിടാവുന്നത്, അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ടായിട്ട് 2 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ബസ്മതി റൈസ് വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഏത് റൈസിലും ടൊമാറ്റോ റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെയുള്ള റൈസിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഉണ്ടാവുമെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് കുതിരുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ കുതിരാനിട്ടിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഒരു 2 ലിറ്റർ വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 90% കുക്ക് ചെയ്തും കൂടി എടുക്കാം. ഇനി നമ്മുടെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി എന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടായിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകൊന്ന് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു 1.5 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കൊത്തി എരിഞ്ഞതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ സവാളയില്ലേ, അത് പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇതിനൊരു അല്പം പഴുപ്പ് കുറവാണ്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമില്ലേ, അതൊക്കെ നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചും കൂടി എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉടച്ചും കൂടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ വാലാനായിട്ട് നമ്മളൊരു അരിപ്പ പാത്രത്തിലോട്ടായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി റൈസ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നെയ്യൊന്ന് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റൈസിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു 2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ നെയ്യ് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും.
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി പെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.